ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. മുട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ചൂട് ചായയുടെ കൂടെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മസാലയാണ് കേട്ടോ. ആ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടാകുന്ന സമയത്ത് നല്ലൊരു മണം വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് സമയം ഇട്ട് വറുത്ത് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം നഷ്ടപ്പെടാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഒരു മണം വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതാ ഒട്ടും തന്നെ കളറൊന്നും മാറിയിട്ടില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഓഫ് ചെയ്യണേ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട പൊരിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എടുത്തിട്ടുള്ളത് 4 മുട്ട പുഴുങ്ങിയിട്ട് നേരെ പകുതിയാക്കിയിട്ട് രണ്ടാക്കി കട്ട് ചെയ്യുമല്ലോ, അങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കി വെച്ചില്ല ആ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മൾ മുട്ട പൊരിച്ചത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പിഞ്ച് മഞ്ഞൾ, ഒന്ന് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഒരുപാട് കൂടെ ഉണ്ട് കേട്ടോ മഞ്ഞൾ. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു സമയത്ത്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ല അത് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാതും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മുട്ട കഴിക്കുന്ന സമയത്ത് ആ ഒരു മസാല കുറച്ച് വേണം. അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചിലവർക്ക് ഓവർ മസാല ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 5 മുട്ട വരെ ഈ ഒരു അളവിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് മസാലയുടെ ഒരു കോട്ടിങ് കുറയും കേട്ടോ. അങ്ങനെ ആകുമ്പം ഈ 4 മുട്ടയ്ക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാതും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലേക്കായിട്ട്. മസാല കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. മസാലയും മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാവരും മസാല പിടിച്ച് കിട്ടണം നമ്മുടെ മുട്ടയിൽ. അത്രേ പരിപാടിയുള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം കുക്കാവാനൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ മസാലയും മുട്ടയും കൂടി ഒന്ന് സെറ്റായി കിട്ടണം. അത്രേ പരിപാടിയുള്ളൂ. 1-2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക മണമാണ് ഈ മുട്ട പൊരിക്കുന്ന സമയത്ത്. ഒരു പ്രത്യേക ഫ്ലേവറുമാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. ലാസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട പൊരിച്ചത് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കണേ നിങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്